എല്ലാവർക്കും നമസ്കാരം. ജമീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴയ രീതിയിലുള്ള ഉണ്ണിയപ്പമാണ്. പണ്ട് എൻ്റെ ഉമ്മയാൽ ഉണ്ടാക്കുന്നത് കണ്ടു പഠിച്ചതാണ് ഞാൻ. ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് വെറും പച്ചരി കൊണ്ടാണ് കാണുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടു പഠിച്ചത് കുറച്ച് പുഴുക്കലരിയും കൂടിയും ചേർത്തിട്ടാണ്. ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന ആരും അത് കൂട്ടുന്നത് കാണുന്നില്ല. ഞങ്ങൾ ഉണ്ടാക്കാറ് അല്പം പുഴുക്കലരിയും ബാക്കി പച്ചരിയും കൂടി ചേർത്ത് പഴമൊക്കെ ചേർത്തിട്ടാണ്. ഇനി വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എല്ലായ്പ്പോഴും പറയും പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ഇതിന് വേണ്ടുന്ന ചേരുവകൾ: പഴം, പച്ചരി, നല്ല ജീരകം, 3 ഏലക്കായ്, മൈദപ്പൊടി 2 സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെല്ലം 250 ഗ്രാമാണ്. വെളിച്ചെണ്ണ, അരി പച്ചരിയാണ് ഇത്. ഞാൻ ഈ ഗ്ലാസ് ഫുള്ള് പച്ചരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ 1/4 ഗ്ലാസ് ചോറ് വെക്കുന്ന പുഴുക്കലരിയും എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി 300 ഗ്രാം അരിയുണ്ട്. ഇനി നമുക്ക് വെല്ലം ഉരുകാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ഉരുക്കിയെടുക്കാം. വെല്ലം ഉരുക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് അരി മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. പുട്ടിൻ്റെ പൊടിയെല്ലാം പോലത്തെ ഇത് വേണം. ഇഡ്ഡലിക്കെല്ലാം അരക്കുമ്പോൾ അത്രയാണ് അരിയാവും. നമുക്ക് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. ഇതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല ജീരകം ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ച വെല്ലം ഒഴിച്ച് കൊടുക്കാം. അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നതാണ്. പൂയൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് നല്ലവണ്ണം അരിക്കാം. അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. രണ്ടാമതിട്ടയിൽ നമുക്ക് ഇത് രണ്ടാമത് അരച്ചതാണ്. ഇതിൽ നമുക്ക് പഴം നുറുക്കിയിട്ട് കൊടുക്കാം. കുറച്ചൊന്ന് തരിതരിപ്പ് അരിഞ്ഞിട്ടാണുള്ളൂ. നല്ലവണ്ണം അരയുന്നതിൻ്റെ മുമ്പേ ഞാൻ പഴം ഇട്ട് കൊടുക്കുന്നതാണ്. നല്ലവണ്ണം അരിഞ്ഞിട്ടില്ല, ഒന്ന് നുറുങ്ങിക്കാനുള്ളൂ. അതിൽ പഴം കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി അരച്ചതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. പഴം കൂട്ടി അരച്ച രണ്ടാമത്തെ മിക്സാണിത്. അതും കൂടി ഒഴിച്ച് നമുക്ക് ചേർത്തെടുക്കാം. നല്ലവണ്ണം ചേർത്ത് നമുക്ക് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. 2 സ്പൂണ് മൈദയാണ് ഞാൻ ചേർക്കുന്നത്. ചിലർ മൈദയൊന്നും ചേർക്കുന്നത് കാണാറില്ല. ഞങ്ങൾ മൈദ ചേർത്തിട്ടാണ് എല്ലായ്പ്പോഴും ഉണ്ടാക്കാറ്. കണ്ട 2 സ്പൂണാണ്. ഒരാൾ അളവ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് അളവ് പറയുന്നത്. ഇതൊരു 300 ഗ്രാം അരിയാണ് ഉള്ളത്. അതുകൊണ്ട് 250 ഗ്രാം വെല്ലമാണ് എടുത്തത്. ഇതിൽ ഞാൻ 2 സ്പൂണാണ് മൈദ ചേർത്തിട്ടുള്ളൂ. 4 പഴവും. ആരോ അളവ് പറയണോ എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിലേക്ക് നമുക്കിനി ഏലക്കായ് തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പൊടിച്ച ഏലക്കായൻ്റെ ഇരത്തിൽ, അതുകൊണ്ട് ഇത് തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിലുള്ളത് മാത്രം. ഇത് എല്ലാം മധുരം എല്ലാം റെഡി ആയിരിക്കും. ഇതിൽ ഞാൻ അപ്പക്കാരോ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കതിലേക്ക് തേങ്ങ മുറിച്ചിട്ട് വെച്ചത് വെളിച്ചെണ്ണയിലാണ് ഞാൻ പൊരിക്കുന്നത്. അതിൽ വറുത്ത് നല്ലവണ്ണം ചുവക്ക വറുത്ത് ഇട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂട്ടി നല്ലവണ്ണം ചേർത്ത് ഒരു 5-6 മണിക്കൂർ വെക്കണം. എന്നാലാണ് ഇത് റെഡിയാവുക. 6 മണിക്കൂർ റെസ്റ്റ് എടുക്കാൻ വെക്കണം. പക്ഷേ എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ 2 മണിക്കൂറാണ് വെച്ചിട്ടുള്ളൂ. 2 മണിക്കൂറാണ് വെക്കുന്നുള്ളൂ. എനിക്കിത് പെട്ടെന്ന് ചുട്ടെടുക്കണം. ഇത് സമയം കൂടുന്തോറും നന്നായി വരും. അപ്പം അപ്പത്തിൻ്റെ കൂട്ടൊക്കെ നമ്മൾ എത്ര സമയം വെക്കുന്നു അത്രയും നന്നായി വരും. ഇത് ഞാൻ 2 മണിക്കൂറാണ് ഇപ്പം വെക്കുന്നുള്ളൂ. നമുക്കിത് വേഗം ചുട്ടെടുക്കേണ്ടത് കൊണ്ട്. ഇതാണ് ഇതിൻ്റെ കൂട്ട്. ഇത് വെള്ളം കൂടിപ്പോയാൽ പറ്റൂല, അതുകൊണ്ട് ഇത് റെഡിയാണ്. ഇത് നമുക്കിവിടെ മൂടി വെച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് ചുട്ടെടുക്കാം. ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ആറിയിട്ട് നമുക്ക് ചൂടായിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. കുയ്ക്ക് കണക്കായിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പുറത്ത് തെറിക്കും. അതുകൊണ്ടാണ് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മൾ കുയ്യിൽ പാരുമ്പോൾ വെളിച്ചെണ്ണ പുറത്തൊക്കെ ആവും. ഇനി നമുക്കിത് അതിലേക്ക് ഇളക്കി ചേർത്ത്
ചേർത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഓരോ കുഴിയിലും. എല്ലാ കുഴിയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ പണ്ടേ ചൂടുന്ന പഴയ കുയ്യപ്പച്ചട്ടിയാണ്. അതുകൊണ്ട് വേഗം മറിച്ചിടുവാനും തിരിച്ചിടുവാനൊക്കെ അടിയിൽ പിടിക്കുകയൊന്നുമില്ല. ഒരുപാട് ആയി ഞാളിത് ചുടുന്നു. നമ്മൾ കുയ്യപ്പം ആദ്യം പാർന്ന് റെഡി ആയിട്ടുണ്ട്, നമുക്ക് എടുത്തിടാം. ഇങ്ങനെ ഓരോന്നും പാർന്ന് കൊടുത്ത് ചുട്ടെടുക്കാം. നല്ല സ്പോഞ്ച് പോലെ ഉണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇങ്ങനെ കുത്തിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, നല്ല സ്പോഞ്ച് പോലത്തെ അപ്പമാണ്. ഇനി ബാക്കി കൂടി ഇതിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് അവസാനത്താണ്, അതുകൊണ്ടാണ് ഞാൻ നിറച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു ലേശം ബാക്കി വെച്ചാൽ പിന്നെ ഒറ്റൊരു കുഴിയിലേക്ക് അവിടെ ബാക്കിയായിപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിൽ ഫുള്ള് ഒഴിച്ചാൽ അത് കഴിയും, ഇല്ലാണ്ട് കുറച്ച് ബാക്കിയാൽ പിന്നെ ഒരു കുഴിയിലേക്ക് മാത്രം വെക്കേണ്ടി വരും. ഇവിടെ കഴിഞ്ഞ്. ഇവിടെ എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചുടുന്ന കുയ്യപ്പം. എത്ര ചുട്ടാലും പോരാന്ന് അറിയൂ. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയൂ. നല്ല അടിപൊളി കുയ്യപ്പമാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്പോഞ്ച് പോലെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല നിങ്ങളിത് മുറിച്ച് കാണിച്ച് തരാം. നല്ല ആരെടുത്തിട്ട് ഇതാ ഇപ്പോൾ ചൂടോടിയായ അതുകൊണ്ട് എന്താണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ നല്ല സ്പോഞ്ച് പോലെ ഉണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബെല്ലൈക്കൻ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയി